9 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ കടം മൂന്നിരട്ടിയായെന്ന് കോൺഗ്രസ്. കടം 3 മടങ്ങ് വർദ്ധിച്ച് 155 ലക്ഷം കോടിയായെന്നും സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മോദി സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് നിലവിലെ സാമ്പത്തികാവസ്ഥയുടെ കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 2014-ൽ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടിയായിരുന്നു. എന്നാൽ ഇത് നിലവിൽ 155 ലക്ഷം കോടിയായി. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് ആവശ്യപ്പെട്ടു. इस देश के 14 प्रधानमंत्रियों ने कुल मिलाकर मात्र 55 लाख करोड़ रुपए का कर्जा लिया. 67 साल में 14 प्रधानमंत्रियों ने कुल 55 लाख करोड़ का कब्जा लिया और हर बार रेस में आगे रहने की चाहत वाले नरेंद्र मोदी जी ने पिछले 9 साल में हिंदुस्तान का कर्जा तिगुना कर दिया. 100 लाख करोड़ रुपए से ज्यादा का कर्जा उन्होंने मात्र 9 साल में ले लिया. कहां 67 साल में 55 लाख करोड़ लिया गया था. तो एक नया कीर्तिमान उन्होंने वो स्थापित किया जो इस देश के 14 और प्रधानमंत्री नहीं कर पाए. 67 വർഷത്തിനിടെ 14 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ മോദി 100 ലക്ഷം കോടി രൂപയായി ഇത് വർദ്ധിപ്പിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തകർക്കുകയും തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയും പണപ്പെരുപ്പം രൂക്ഷമാക്കുകയും ചെയ്തതിന് പിന്നാലെ 100 ലക്ഷം കോടി രൂപയുടെ അധിക കടമാണ് മോദി സർക്കാർ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ചെലവ് കൂടിയ LPG സിലിണ്ടർ ഇന്ത്യയിലാണ്. ഉയർന്ന പെട്രോൾ വിലയിൽ 3-ാം സ്ഥാനവും ഡീസൽ വിലയിൽ 8-ാം സ്ഥാനവും ഇന്ത്യക്കാണെന്നും സുപ്രിയ പരിഹസിച്ചു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.